പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ക്രിറ്റിസിസം എന്ന സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനാണ്. അജമിൻ അഷാത്തി മിൻ അസ്ലത്തിൽ ആത്തിയത്തി ഫി കുല്ലി കലിമത്തിൻ ഔ കലിമത്തൈനി അഹ്മലു കുല്ല വാഹിദി മിൻഹ അലാമത്തിൻ വാഹിദ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് 10 എണ്ണത്തിന് ഒരു പദത്തിലോ അല്ലെങ്കിൽ 2 പദത്തിലോ ഉത്തരം നൽകുക. എല്ലാ ഓരോന്നിനും ഓരോ മാർക്ക് വീതം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. മൻ ഹുവ സ്വഹാബിയുല്ലദീ ശഅജഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല ദിഫാഇ അനിൽ ഇസ്ലാമി ബിശ്ശഅരി. കവിത കൊണ്ട് ഇസ്ലാമിനെ തൊട്ട് പ്രതിരോധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിച്ചതായ സ്വഹാബി ആരാണ്? ആൻസർ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ തൊട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ച, കവിതയിലൂടെ പ്രതിരോധിക്കാൻ കൽപ്പിച്ച സ്വഹാബി. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, മാഹുൽ ഖർദുൽ അസാസി മിനൽ മഖാല. ഒരു ഉപന്യാസത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ആൻസർ മുആലിജത്തുൻ മൗദൂഉൻ മുഅയ്യനുൻ ബിസ്ലൂബി മുബാശിരിൻ വ മുറക്കസിൻ ലിതഖ്ദീമി ഫിക്റത്തിൻ വാദിഹത്തിൻ മദ്ഊമത്തിൻ ബിഹുജജിൻ വ അംസില. ഒരു പ്രത്യേക വിഷയത്തെ നേരിട്ടും കേന്ദ്രീകൃതമായും അഭിസംബോധന ചെയ്യുക. വാദങ്ങളുടെയും ഉദാഹരണങ്ങളുടെയും പിന്തുണയുള്ള വ്യക്തമായ ആശയം അവതരിപ്പിക്കുക. മൂന്നാമത്തെ ചോദ്യം, ഐന തഅസ്സസത്തുൽ ഇസ്ബത്തുൽ ഇൻദുലൂസിയ. ആൻഡുലേഷ്യൻ ലീഗ് എവിടെയാണ് സ്ഥാപിതമായത്? ആൻസർ ഫി അമേരിക്ക ജനൂബിയ. ആൻസർ തെക്കേ അമേരിക്കയിൽ, അതായത് ബ്രസീലിൽ സാവോ പോളോയിൽ സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഫി അയ്യ ആമിൻ ഹസല മീഖായിൽ നഈമ അല ജായിസത്തി റئീസുൽ ജംഹൂരിയ. ഏത് വർഷത്തിലാണ് മീഖായിൽ നഈമയ്ക്ക് പ്രസിഡൻഷ്യൽ അവാർഡ് ലഭിച്ചത്? ആൻസർ 1922. അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഗർബാൽ എന്ന സാഹിത്യ നോവലായിരുന്നു അദ്ദേഹത്തിന് ഇതിന് അർഹനാക്കിയത്, പ്രസിഡൻഷ്യൽ അവാർഡിന് അർഹനാക്കിയത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, മാ അബ്റസു മുഅല്ലിഫാത്തി ഇബ്നു സലാമുൽ ജഹ്മി. ഇബ്നു സലാം ജംഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്താണ്? ആൻസർ കിതാബ് തബഖാത്ത് ഫുഹൂൽ ശുആറാ. കിതാബ് തബഖാത്ത് ഫുഹൂൽ ശുആറാ. തബഖാത്ത് ഫുഹൂൽ ശുആറാ ആണ് ഇബ്നു സലാം ജഹ്മിയുടെ പ്രധാന കൃതികളിൽപ്പെട്ട ഒരു കിതാബ്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഐന ഉലിദ റഷാദ് റുഷ്ദി. റഷാദ് റുഷ്ദി എവിടെയാണ് ജനിച്ചത്? അദ്ദേഹം ജനിച്ചത് മിസ്രിലാണ്, ഈജിപ്തിലാണ്, മോഡേൺ ഈജിപ്തിലാണ്. ഓക്കെ. ഏഴാമത്തെ ചോദ്യം, മൻ ലഖബ അമീർ ശുഅറാ. അമീർ ശുഅറാ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ അഹ്മദ് ഷൗഖി. എട്ടാമത്തെ ചോദ്യം, ഐന അക്മൽ മുഹമ്മദ് ഗനീമി ഹിലാല ദറാസാത്തിഹിൽ ഉലിയ. മുഹമ്മദ് ഗനീമി ഹിലാൽ എവിടെയാണ് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്? ആൻസർ ഇൻഷാല്ലാ അതിൻ്റെ ആൻസർ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത ചോദ്യം, ഉദ്കർ ഇസ്മ കിതാബ അല്ലഫഹു അബ്ദുൽ ഖാഹിർ ജുർജാനി ഫിൽ ബലാഗ. സാഹിത്യത്തിൽ അബ്ദുൽ ഖാഹിർ ജുർജാനി രചിച്ചതായ
കിതാബിൻ്റെ പേരെന്താണ്? ആൻസർ ദലായിലുൽ ഇജാസ് ഔ അസ്റാറുൽ ബലാഗ. ദലായിലുൽ ഇജാസ് അല്ലെങ്കിൽ അസ്റാറുൽ ബലാഗ എന്ന കൃതിയാണ് ബലാഗയിൽ അബ്ദുല്ലാഹിൽ ജോർജാനി രചിച്ച കിതാബിൻ്റെ പേര്. അടുത്ത ചോദ്യം, മൻ ഹുവ മുഅല്ലഫു കിതാബു അൽ മവാറന ബൈന ത്വാഈൻ. അൽ മവാസനത്തു ബൈന ത്വാഈൻ എന്ന കിതാബ് രചിച്ചത് ആരാണ്? ആൻസർ ഹസൻ ഇബ്നു ബിശ്റുൽ ആമിരി. ഹസൻ ഇബ്നു ബിശ്റുൽ ആമിരിയാണ് അൽ മവാസനത്തു ബൈന ത്വാഈൻ എന്ന കിതാബ് രചിച്ചത്. അടുത്ത ചോദ്യം, മൻ ഹുവ ഇബ്നു അബി അത്തീഖ്. ഇബ്നു അബി അത്തീഖ് ആരാണ്? ആൻസർ അബ്ദുല്ലാഹ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ അബി അത്തീഖ് തൈമി. അബി അത്തീഖിന്റെ ഇബ്ന് ആരാണെന്നാണ് ചോദ്യം. അപ്പം ആൻസർ ആണ് അബ്ദുല്ലാഹ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ അബി അത്തീഖ് തൈമി. وهو ناقد وشاعر أموي عرف بروحه المرحى ونقده الأدبي اللاذع. അദ്ദേഹം എന്താണ്? ഉമവിയിലെ ഒരു വിമർശന കവിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം 12ാമത്തെ. മൻ ഹുവ മഹ്മൂദ് സാമി അൽ ബറൂദി. മഹ്മൂദ് സാമി അൽ ബറൂദി ആരായിരുന്നു? ആൻസർ ഷാഇർ മിസ്രിയൻ ബാരിസൻ വമുഅസ്സിസുൻ മദ്രസത്തുൽ ബഅസ് വൽ ഇഹ്യാ ഫി ശഅർ അറബിൽ ഹദീസ്. അദ്ദേഹം എന്താണ്? പ്രസിദ്ധനായ മിസ്രിലെ ഒരു കവിയായിരുന്നു. അതേപോലെ മുഅസ്സിസും മദ്രസത്തുൽ ബഅസ് വൽ ഇഹ്യാഇന്റെ സ്ഥാപകനുമാണ്. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം, ഫി അയ്യ സനത്തിൻ ഉലിദ മീഖാഇൽ നഈമ. ഏത് വർഷമാണ് മീഖാഇൽ നഈമ ജനിച്ചത്? ഏത് വർഷത്തിലാണ് മീഖാഇൽ നഈമ ജനിച്ചത്? ആൻസർ 1889. അടുത്ത ചോദ്യം, ഉദ്കുർ അബ്റസ് മുഅല്ലിഫാത്തി ഹിലാൽ അൽ മുതഅല്ലഖതി ബിനഖദിൽ അദബിൽ ഹദീസ്. ആധുനിക സാഹിത്യ നിരൂപണവുമായി ബന്ധപ്പെട്ട ഹിലാൽ അൽ മുതഅല്ലഖയുടെ ഹിലാൽ ഖാനുമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ പരാമർശിക്കുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ആൻസറും കമൻറ്റ് ബോക്സിൽ വരുന്നതായിരിക്കും. അടുത്ത 15ാമത്തെ ചോദ്യം, മൻ അസ്സസ ഹർക്കത്തു അബോലു. അപ്പോളോ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ അഹ്മദ് സക്കി അബൂ ഷാദിയാണ് അപ്പോളോ പ്രസ്ഥാനം സ്ഥാപിച്ചത്. അദ്ദേഹം 1932 ബിരിസാത്തിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹം അപ്പോളോ പ്രസ്ഥാനം സ്ഥാപിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ്.